നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിന് പണം നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് ശ്രീകണ്ഠാപുരം നഗരസഭ. തീരുമാനം ഉത്തരവ് വിവാദമായതിന് പിന്നാലെ ഇതിനെതിരെ ഡിവൈഎഫ്ഐ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മൻമേഘിന് സ്വീകരണമൊരുക്കി സ്കൂൾ മാനേജ്മെന്റും PTA-യും. മൻമേഘിനെ പൊന്നാടയണിയിച്ച് ആദരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുന്നു. 12 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. ഇന്ന് നൃത്തവും ആംഗ്യപ്പാട്ടും നടന്നത് നിറഞ്ഞ സദസ്സിൽ. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിന് 1.5 ലക്ഷം നൽകാനുള്ള തീരുമാനം തിരുത്തി ശ്രീകണ്ഠാപുരം നഗരസഭ. പ്രത്യേക കൗൺസിൽ ചേർന്നാണ് തീരുമാനം പിൻവലിച്ചത്. UDF ഭരിക്കുന്ന നഗരസഭ തുക അനുവദിക്കാൻ തീരുമാനിച്ചത് വിവാദമായതിന് പിന്നാലെയാണ് നടപടി. UDF ഭരിക്കുന്ന നഗരസഭ തുക അനുവദിക്കാൻ തീരുമാനിച്ചത് വിവാദമായതിന് പിന്നാലെയാണ് നടപടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നവകേരള സദസ്സിന് 1.5 ലക്ഷം രൂപ കൗൺസിൽ അനുവദിച്ചത്. 18 UDF അംഗങ്ങളിൽ 17 പേരും തീരുമാനത്തെ പിന്തുണച്ചു. UDF ഭരിക്കുന്ന നഗരസഭ പിരിവ് നൽകുന്നത് ചർച്ചയായതോടെ പിരിവ് നൽകേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അതനുസരിച്ചാണ് പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചതും തീരുമാനം തിരുത്തിയതും. ഇതിനെതിരെ DYFI നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ശ്രീപുരം സ്കൂളിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു. ചാച്ചാജിയെ ഓർമ്മപ്പെടുത്തുന്ന വേഷവിധാനത്തോടെ കുട്ടികൾ സ്കൂൾ അങ്കണത്തിലാണ് റാലി നടത്തിയത്. മാനേജർ റവറന്റ് ഫാദർ ജോയ് കുട്ടിയാങ്കലും അധ്യാപകരും നേതൃത്വം നൽകി. എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം തന്നെ മറ്റ് കലാപ്രവർത്തനത്തിലും മികവ് തെളിയിക്കുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്താലാണെന്ന് ഫാദർ ജോയ് കുട്ടിയാങ്കൽ പറഞ്ഞു. എല്ലാ വർഷവും നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ശ്രീപുരം സ്കൂളും അതിനോട് ചേർന്ന് വിപുലമായ രീതിയിൽ എല്ലാ വർഷവും ഈ ശിശുദിന ആഘോഷിക്കുന്ന പതിവ് നിലനിന്ന് പോരുന്നു. ഏതാണ്ട് 700ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ നഴ്സറി സ്കൂളിൽ അധ്യാപകരുടെ സഹകരണത്തോടെ രക്ഷിതാക്കളുടെ പിൻബലത്തോടെ വളരെ ഭംഗിയായി ഈ ദിനം ആഘോഷിക്കുന്നതിന് എല്ലാ വർഷവും ശ്രദ്ധിക്കുന്നു. ഈ വർഷവും അതിന് ഞങ്ങൾ തയ്യാറായി വളരെ ഭംഗിയായ റാലിയോടുകൂടി ഈ ശിശുദിന ആഘോഷങ്ങൾ ഭംഗിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ട്. അധ്യാപകരുടെ വലിയ സഹകരണം ഇതിൻ്റെ പിന്നിലുണ്ട്. കൊച്ചുകുട്ടികളായ അവരെ ഒരുക്കുന്നതിന്, ഭംഗിയായി അവരെ റാലിയിൽ അവതരിപ്പിക്കുന്നതിന് ഒക്കെ അവർ നന്നായി ശ്രമിക്കുന്നു. സ്കൂളിൻ്റെ ശക്തി എന്ന് പറയുന്നതും ഈ അധ്യാപകരുടെ വലിയ ശ്രമവും ശ്രദ്ധയുമാണ്. റാലിക്ക് ശേഷം അധ്യാപകരും കുട്ടികളും ഒന്നിച്ചുള്ള നൃത്താവിഷ്കാരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് ഗാന്ധി തൊപ്പിയും തലയിൽ വെച്ച്, റോസാപ്പൂവും ചൂടിക്കൊണ്ട് ഗാന്ധി തൊപ്പിയും തലയിൽ വെച്ച് പുഞ്ചിരി തൂങ്ങി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി. പ്രിയ ചാച്ചാ നെഹ്റു, मुझे खुशी है कि आज आप सब अच्छे नागरिक बनेंगे. A day just for us, the children. I am so excited to share with you all a little speech on this day. Children's Day is celebrated on November 14th every year. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ തെരേസ, PTA പ്രസിഡന്റ് നിക്കോളാസ്, സ്കൂളിലെ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു.
പൂവേ കണ്ണിൽ തേടുന്ന താരേ ആലക്കോട് നിന്നും 70 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. അമലഗിരിയിൽ നിന്നാണ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ വാഷ് കണ്ടെടുത്തത്. ആലക്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ പ്രകാശനും സംഘവും നടത്തിയ തിരച്ചിലിലാണ് വാഷ് കണ്ടെത്തിയത്. ആലക്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ പ്രകാശൻ ആലക്കലിന്റെ നേതൃത്വത്തിൽ മോറാനി, നെല്ലിക്കുന്ന്, നൂലിട്ടാമല, അമലഗിരി ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 70 ലിറ്റർ വാഷ് പിടിച്ചെടുത്തത്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ തോമസ് ടി കെ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് രാജേഷ് ടി ആർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേന്ദ്രൻ എം, രാജീവൻ പി കെ, ഡ്രൈവർ ജോർജൻ എന്നിവരും ഉണ്ടായിരുന്നു. മുഴപ്പിലങ്ങാട് പാർക്കിൽ മാലിന്യ കൂമ്പാരം. നടത്തിപ്പുകാരന് പിഴ 25,000. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലെ സെൻട്രൽ പാർക്ക് നടത്തിപ്പുകാരൻ നിസാമുദ്ദീൻ ടി.പി. ആണ് പിഴ ഒടുക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പാർക്ക് ലീസിനെടുത്ത നിസാമുദ്ദീൻ ടി.പി. ആണ് പിഴ ഒടുക്കേണ്ടത്. ജൈവ മാലിന്യങ്ങൾ പാർക്കിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു. പാർക്കിന് പിറകിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറാക്കിയ കുഴിയിൽ വെള്ളക്കുപ്പികൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വൻതോതിൽ നിക്ഷേപിച്ചിരുന്നു. ഒറ്റത്തവണ ഉപയോഗ പേപ്പർ കപ്പുകളും പ്ലേറ്റുകളും പലയിടത്തായി വലിച്ചെറിഞ്ഞ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. കരാർ വ്യവസ്ഥ പ്രകാരം മാലിന്യം നീക്കം ചെയ്യേണ്ടത് നടത്തിപ്പുകാരന്റെ ചുമതലയാണെങ്കിലും അത്തരം സംവിധാനങ്ങളൊന്നും പാർക്കിൽ ഏർപ്പെടുത്തിയിരുന്നില്ല. വെള്ളക്കുപ്പികൾക്ക് നിശ്ചിത തുക ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയും കുപ്പി തിരിച്ചേൽപ്പിച്ചാൽ മാത്രം ആ തുക സന്ദർശകർക്ക് തിരികെ നൽകുകയും ചെയ്യുന്ന രീതി ഇത്തരം സ്ഥലങ്ങളിൽ നടപ്പാക്കാവുന്നതാണെന്ന് സ്ക്വാഡ് അഭിപ്രായപ്പെട്ടു. അതുപോലെ പാർക്കിലെ ഭക്ഷണ സ്റ്റാളുകളിൽ കഴുകി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രം അനുവദിച്ചാൽ മാലിന്യം പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ മെയ് മാസം മുഴപ്പിലങ്ങാട് ഫെസ്റ്റ് സംഘാടക സമിതിക്ക് മാലിന്യങ്ങൾ കത്തിച്ചതിന് 25,000 രൂപ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ അടപ്പിച്ചിരുന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സദസ്സിന് പണം നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് ശ്രീകണ്ഠാപുരം നഗരസഭ. തീരുമാനം ഉത്തരവ് വിവാദമായതിന് പിന്നാലെ ഇതിനെതിരെ ഡിവൈഎഫ്ഐ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മൻമേഘിന് സ്വീകരണമൊരുക്കി സ്കൂൾ മാനേജ്മെന്റും PTA-യും. മൻമേഘിനെ പൊന്നാടയണിയിച്ച് ആദരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുന്നു. 12 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. ഇന്ന് നൃത്തവും ആംഗ്യപ്പാട്ടും നടന്നത് നിറഞ്ഞ സദസ്സിൽ. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. MMR Catering and Events, Kannur. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ് നോൺ വെജ് വിഭവങ്ങളും ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR Catering and Events, കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR Catering, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തയിലേക്ക്. സംസ്ഥാന ശിശുവികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം പുരസ്കാരം സ്വീകരിച്ച് കണ്ണൂരിൽ എത്തിച്ചേർന്ന എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വി മൻമേഘിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്കൂൾ മാനേജ്മെന്റും PTA-യുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA മൻമേഘിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം. ശാസ്ത്രീയമായി ചിത്രകല അഭ്യസിച്ചിട്ടില്ലെങ്കിലും 5000-ലേറെ വ്യത്യസ്ത ചിത്രങ്ങൾ ഈ കൊച്ചുമിടുക്കൻ ഇതിനകം വരച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 13 തവണ ചിത്രങ്ങളുടെ എക്സിബിഷൻ ഇതിനകം നടത്തി. വ്യത്യസ്ത ദിനോസർ വിഭാഗങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഹൈസ്കൂളിലെ അധ്യാപകരുണ്ട്. സർവോപരി അവർ പ്രിയപ്പെട്ട മകൻ അച്ഛനും അമ്മയും ഉൾപ്പെടെ സഹോദരന്മാർ ഉൾപ്പെടെയില്ല ഒരു കൃത്യമായ സംഘടന സംസ്ഥാന സർക്കാരിൻ്റെ ശിശുക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്നു. മൻമേഘ് വിവിധ സ്കൂളുകളിൽ സഞ്ചരിച്ച് ക്ലാസുകളും എടുക്കാറുണ്ട്. കേരളത്തിൽ ആദ്യമായി ദിനോസർ ചിത്രകല, ശില്പകല എക്സിബിഷൻ നടത്തി. 16 സ്ക്വയർ ഫീറ്റിൽ പ്രകൃതിദത്ത നിറങ്ങൾ കൊണ്ട് ദിനോസറിന്റെ ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. രാജീവ് ഗാന്ധി നാഷണൽ എക്സലൻസ് അവാർഡും മൻമേഘിന് ലഭിച്ചിട്ടുണ്ട്. CHM സ്കൂൾ മാനേജർ അബ്ദുൽ കരീം P, സ്കൂൾ പ്രിൻസിപ്പൽ സുഹൈൽ C, ഹെഡ് മാസ്റ്റർ സുബൈർ PP, സ്റ്റാഫ് സെക്രട്ടറി മഹമ്മൂദ് PC, മുഹമ്മദ് അലി കൂടാളി, സഹീറ, അബ്ദുറഹ്മാൻ, അസ്ലം വലിയന്നൂർ, അഫ്സൽ, അഷറഫ് MP, ഫൈസൽ വാരം, ശ്രീജ AK, കൃഷ്ണകുമാർ KM, പ്രമോദ് M, ജുനൈദ് M, ഷംസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ ഇരിട്ടി ഉരുപ്പുംകുറ്റിയിൽ മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റു. വെടിവെപ്പിന് ശേഷം രക്ഷപ്പെട്ട സംഘത്തെ കണ്ടെത്താനായില്ലെന്ന് ATS DIG പുട്ട വിമലാദിത്യ പറഞ്ഞു. 2 തോക്കുകൾ ഇവരുടെ താവളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നും വനത്തിൽ തെരച്ചിൽ തുടരുമെന്നും DIG പറഞ്ഞു. ഇന്നലെ രാത്രിയിലും ഞെട്ടിത്തോട് വനമേഖലയിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റ് സംഘവും തമ്മിൽ ഏറ്റുമുട്ടി. 8 അംഗ സംഘത്തിലെ ഒരാൾക്ക് പരിക്കേറ്റെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. സംഘട്ടനത്തിന് ശേഷം മാവോയിസ്റ്റ് സംഘം രക്ഷപ്പെട്ടു. കർണാടക വനത്തിലേക്ക് വയനാട് മേഖലയിലേക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മേഖലയാണ് അയ്യൻകുന്നിലും കരിക്കോട്ടക്കരിയിലുമുള്ളത്. കർണാടക വനാതിർത്തിയിൽ കർണാടക ANS സംഘം പരിശോധന നടത്തുന്നുണ്ട്. രക്ഷപ്പെട്ട മാവോയിസ്റ്റ് സംഘത്തെ കണ്ടെത്തുന്നതിന് ഓപ്പറേഷൻ തുടരാനാണ് പോലീസ് തീരുമാനം. കരിക്കോട്ടക്കരി ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റെന്നാണ് പോലീസ് പറഞ്ഞത്. വെടിയേറ്റ മാവോയിസ്റ്റുകൾ ഓടിപ്പോയെന്നും DIG പുട്ട വിമലാദിത്യ പറഞ്ഞു. അവർ ഓടിപ്പോയി മാവോവാദികൾ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ സെർച്ചിൻ്റെ ഇടയിൽ രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി ഈ മാവോയിസ്റ്റുകൾ ആ ഭാഗത്ത് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവർ നമ്മളെ കണ്ടിട്ട് ആദ്യം വെടിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലീസ് അവരെ അങ്ങോട്ടേക്ക് വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആളുഭയം ഒന്നും ഉണ്ടായിട്ടില്ല.
ആർക്കും അവിടെ ദർ ഇസ് നോ ഡെത്ത്. അതാണ് ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷന്. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ കൂടെ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. കേസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇതുവരെ കസ്റ്റഡിയിലില്ല. പരിക്കുണ്ടോ? മാവോയിസ്റ്റുകൾക്ക് വെടിവെപ്പിൽ പരിക്കുണ്ടോ? ഇന്നലെ രാവിലത്തെ സംഭവത്തിൽ ഒരാൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. ആർക്ക് പരിക്കുണ്ടോ, എക്സാക്ട്ലി എത്ര പേർക്ക് എന്താ പരിക്കുണ്ടെന്ന് അറിയില്ല. പക്ഷേ കുറച്ചവിടെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. സാർ, ഈ തെരച്ചിൽ തുടരുമോ നാളെയും കൂടി? നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടിന്യൂ ചെയ്യണം ഇവിടുത്തെ കാര്യങ്ങൾ. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ഉള്ള ടീംസ് ആയിരിക്കും? അത് ഇപ്പോൾ പറയാനായിട്ടില്ല. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഭാഗമായിട്ട് എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ നമ്മൾ നിങ്ങളെ അതാത് സമയത്ത്. സാർ, ഇവിടെ ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പരിക്കേറ്റു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ അത് ഫോളോ ചെയ്തോ? അതായത് അവരെ കാട്ടിലെവിടെയെങ്കിലും അവരുണ്ടോ? നമ്മൾ കുറച്ച് നോക്കി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര മാവോയിസ്റ്റുകൾക്ക് പരിക്കേറ്റു എന്നതിൽ വ്യക്തതയില്ല. ഇന്നലെ രാത്രിയും വെടിവെപ്പുണ്ടായെന്ന് DIG വ്യക്തമാക്കി. മാവോയിസ്റ്റുകളെ 2 തോക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. വനത്തിൽ തെരച്ചിൽ തുടരുമെന്ന് DIG കർണാടക മേഖലയിൽ പരിശോധന തുടരുന്നുവെന്നും വ്യക്തമാക്കി. NREG വർക്കേഴ്സ് യൂണിയൻ ചെമ്പിലോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗവഞ്ചേരി പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തി. KSKTU ജില്ലാ കമ്മിറ്റി അംഗം P. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണം. അങ്ങനെ ഗ്രാമപ്രദേശത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ മറ്റ് പിന്നോക്കക്കാരും പട്ടികജാതി പട്ടികവർഗവും ഒക്കെ ആയിട്ട് ഏറ്റവും സമൂഹത്തിന് പുറകിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കുടുംബങ്ങൾക്കും ഒരാശ്വാസമാണ് ഈ പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും പണി ദിവസം ഉണ്ടാകണം എന്ന് ഇതിലൂടെ ആവശ്യപ്പെടുകയാണ്. 200 ദിവസം തൊഴിൽ നൽകണം. അതുപോലെ ഈ പദ്ധതിയിൽ ഒരു ദിവസം നൽകുന്ന കൂലി വളരെ പരിമിതമാണ്. ചുരുങ്ങിയത് 600 രൂപയെങ്കിലുമായി കൂലി വർദ്ധിപ്പിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം. എന്നാൽ ഇവയൊന്നും അംഗീകരിക്കുന്നതിന് ഇത് അധികാരത്തിലിരിക്കുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാവില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, കൂലി കുടിശ്ശിക അവസാനിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. KV ജലജ അധ്യക്ഷത വഹിച്ചു. P. സുരേന്ദ്രൻ, TK ഗോവിന്ദൻ, MK മോഹനൻ, A. ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനം. വിവിധ വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മികച്ച പങ്കാളിത്തമാണ് കാണാനായത്. വേദി 5 മുരളികയിൽ ആംഗ്യപ്പാട്ട് മത്സരമാണ് നടന്നത്. മറ്റു വേദികളിൽ നാടോടി നൃത്തം, സംസ്കൃതോത്സവം എന്നിവ നടന്നു.
വളവളഞ്ഞ വഴിയിലൂടെ താഴ്വരയ്ക്ക് മുകളിലേക്ക് കയറി നാം ചെല്ലുമ്പോൾ പള്ളിക്കൂടം പഞ്ഞിമേഘ കെട്ടുകൾ ഉമ്മ വെച്ചു നീങ്ങിടും പുല്ലുമേഞ്ഞ തലയുള്ള പള്ളിക്കൂടം. വളവളഞ്ഞ വഴിയിലൂടെ താഴ്വരയ്ക്ക് മുകളിലേക്ക് കയറി നാം ചെല്ലുമ്പോൾ പള്ളിക്കൂടം പഞ്ഞിമേഘ കെട്ടുകൾ ഉമ്മ വെച്ചു നീങ്ങിടും പുല്ലുമേഞ്ഞ തലയുള്ള പള്ളിക്കൂടം. പല നിറങ്ങൾ പല പഴങ്ങൾ പല നിറങ്ങൾ പല പഴങ്ങൾ കുലകുലയായി പൂത്തു നിൽക്കും മാമരങ്ങൾ തണലേകും പള്ളിക്കൂടം. അച്ഛൻ മറന്നൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നായൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞു പോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിൽ നന്ദിത്തിരി കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നൊരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതായനിച്ചു. नमस्कार, आमची सिंधाई कविता नीतों का जन्म और नारी की जीत. मैं यह कविता श्रद्धांजलि के रूप में आपके सामने पेश करती हूँ. सभी लड़कियों और नारियों को जो काल के क्रोध के कारण या तो जन्म ही नहीं ले पाई या अपने सपनों को साकार करने के लिए संघर्ष करनी पड़ी, उसे समर्पित हूँ. പെൻഷൻകാരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇത്തവണ KSSPA ധർമ്മടം നിയോജക മണ്ഡലം 39ാം വാർഷിക സമ്മേളനം നവംബർ 18 ശനിയാഴ്ച രാവിലെ 9:30 കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പ്രതിനിധി സമ്മേളനം ശ്രീ MP വേലായുധൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. ആടൂർ പാലത്ത് നിന്നും കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പെൻഷൻകാരുടെ ഒരു പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. രാവിലെ 10 മണിക്ക് പ്രകടനം ആരംഭിക്കും. അതോടുകൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിട്ടുള്ളത് സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് CO രാജേഷ് അവർക്കാണ് അദ്ദേഹമാണ്. സംസ്ഥാന സർവീസ് പെൻഷൻകാർ അക്ഷരാർത്ഥത്തിൽ പ്രയാസത്തിലാണ്. ജീവിത ചെലവ് മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. ക്ഷാമബത്ത 3 വർഷമായി കിട്ടാനില്ല. 18% കുടിശ്ശികയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. 2019 ജൂലൈ മുതൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന് 2 ഗഡുക്കൾ കുടിശ്ശികയാണ്. കേന്ദ്ര സർവീസിന്റെ ഭാഗമായ IAS IPSകാർക്കും കോടതി ജീവനക്കാർക്കും ക്ഷാമബത്ത നൽകിക്കൊണ്ട് പെൻഷൻകാരോട് വിവേചനം കാണിക്കുന്നു. കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷത്തോളം പെൻഷൻകാർ മരണപ്പെട്ടുവെന്ന് ഭാരവാഹികളും ആരോപിച്ചു. ശനിയാഴ്ച രാവിലെ സ്വാഗത സംഘം ചെയർമാൻ CO രാജേഷിന്റെ അധ്യക്ഷതയിൽ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്യും. ആടൂർ പാലത്ത് നിന്നും സമ്മേളന നഗരിയിലേക്ക് പെൻഷൻകാരുടെ പടുകൂട്ടൻ റാലിയും നടക്കും. സമ്മേളനത്തിൽ വെച്ച് ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച സംസ്ഥാന കൗൺസിലറും മുൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ N പ്രദീപ് കുമാറിനെയും KSSPA മുഖപത്രത്തിൽ കാർഷിക പങ്ക്തി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന കൗൺസിലറും മുൻ കൃഷി ഓഫീസറുമായ KO അരവിന്ദാക്ഷനെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ CO രാജേഷ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവൻ ചിരുകണ്ടോത്ത്, നിയോജക മണ്ഡലം സെക്രട്ടറി MC ദിനേശൻ, സംസ്ഥാന അപ്പലറ്റ് കമ്മിറ്റി ചെയർമാൻ P രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സദസ്സിന് പണം നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് ശ്രീകണ്ഠാപുരം നഗരസഭ. തീരുമാനം ഉത്തരവ് വിവാദമായതിന് പിന്നാലെ ഇതിനെതിരെ DYFI നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മൻമേഘിന് സ്വീകരണമൊരുക്കി സ്കൂൾ മാനേജ്മെന്റും PTA-യും. മൻമേഘിനെ പൊന്നാടയണിയിച്ച് ആദരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുന്നു. 12 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. ഇന്ന് നൃത്തവും ആംഗ്യപ്പാട്ടും നടന്നത് നിറഞ്ഞ സദസ്സിൽ. അറിഞ്ഞോ
കേട്ടോ, 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. MMR കേറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR കേറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കേറ്ററിംഗ്, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തയിലേക്ക്. മലപ്പട്ടം കൊളന്തയിലെ ഹരിജനങ്ങളുടെ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹരിജൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 18 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മലപ്പട്ടം വില്ലേജ് ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഹരിജനങ്ങൾക്ക് ആധാരവും പട്ടയവും നികുതിയുമുള്ള വസ്തുവിൽ പ്രദേശവാസികൾ കയ്യേറ്റം നടത്തി കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ്. കാലാകാലങ്ങളായി മലപ്പട്ടം വില്ലേജ് ഓഫീസറായി എത്തുന്ന ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. മലപ്പട്ടം ഉദ്യോഗസ്ഥർക്കെതിരെ മലപ്പട്ടം വില്ലേജ് ഉദ്യോഗസ്ഥർ ഹരിജനങ്ങൾക്ക് നിധി നിഷേധിക്കുന്നതിന് അതാണ് നമ്മുടെ സമരം. 4 ഭൂമിയാണ്. 18/11/23 ശനിയാഴ്ചയാണ് ധർണാ സമരം. മലപ്പട്ടം വില്ലേജ്
അന്യായ കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന മലപ്പട്ടം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക. വ്യാജ ആധാരവും പട്ടയവുമുള്ള പ്രദേശവാസികൾക്കെതിരെയും നടപടിയുണ്ടാവുക. ഹരിജനങ്ങളുടെ വസ്തുവിന് മലപ്പട്ടം വില്ലേജ് ഓഫീസ് വില കൽപ്പിക്കാത്തതിനെതിരെയുമാണ് ധർണ സംഘടിപ്പിച്ചത്. വാർത്താസമ്മേളനത്തിൽ എം അനന്തൻ, മനോജ് കുമാർ, എ ശ്രീധരനെ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസാനത്ത് ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ അൽ ഉസ്ര സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നു. നവംബർ 18 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഹസനാത്ത് ക്യാമ്പസിൽ വെച്ചാണ് അൽ ഉസ്ര എന്ന പേരിൽ സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ നേതൃത്വപരമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ വർഷത്തിൽ ഒരു വാർഷിക പ്രഭാഷണം നടത്താറുണ്ട്. അതിന്റെ മുന്നോടിയായാണ് ഒരു സ്നേഹ സംഗമം ഈ 18 നടക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ സംഘടന നടത്തിയിരുന്നു. അതിൽ 2000-2500 ആളെയാണ് പ്രതീക്ഷിക്കുന്നത്. 7000 ആളോളം പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു പങ്കാളിത്തമുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും ഈ സഹകരണത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മുൻ MLA KM ഷാജി, അതോടൊപ്പം തന്നെ കക്കാട് മുഹമ്മദ് ഫൈസി, മലപ്പുറം ജില്ലയിലെ മുഹമ്മദ് ഫൈസി, അതേപോലെയുള്ള ഒരു വാഫി ഒക്കെ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇഷ്ക് മജ്ലിസ്, എവൈക്കണിംഗ് അസംബ്ലി, പ്രാർത്ഥനാ സംഗമം എന്നീ സെഷനുകൾ നടക്കും. ധാർമ്മിക സദാചാര നിഷ്ഠകൾ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വിവിധ പരിശീലകർ പങ്കുവയ്ക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉമ്മർ കോയ തങ്ങൾ, ദാറുൽ ഹസാനത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് അലി ഹാഷിം ബാഖഫി തങ്ങൾ, അഴീക്കോട് മണ്ഡലം മുൻ MLA KM ഷാജി, മുഹമ്മദ് ഫൈസി കക്കാട്, അബ്ദുൽ ഹക്കീം വാഫി വള്ളിക്കാപ്പറ്റ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ KP അബൂബക്കർ ഹാജി പുല്ലൂപ്പി, AT മുസ്തഫ ഹാജി, താജുദ്ദീൻ വാഫി, മജീദ് ഹുദവി, ഹൈദുർ അലി ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ശ്രീപുരം സ്കൂളിൽ സയൻസ് ആൻഡ് ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു. SN കോളേജിലെ റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CR ലളിത ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകരങ്ങളിൽ വിരിഞ്ഞ ശാസ്ത്രത്തിന്റെ വലിയ അത്ഭുതങ്ങളായിരുന്നു വേദിയിൽ കാണാനായത്. അതും 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഒരുക്കിയ മോഡലുകൾ. ഏറെ ആകർഷകവും അതിലേറെ കൗതുകവും ജനിപ്പിക്കുന്നവയായിരുന്നു മിക്ക നിർമ്മിതികളും. വിക്രം ലാൻഡറിന്റെയും റോവറിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് മറ്റു വിദ്യാർത്ഥികളും ശാസ്ത്രമേളയിൽ ഊർജ്ജസ്വലരായുണ്ടായിരുന്നു. സോളാർ സിസ്റ്റം, ബയോഡീസൽ, ഓഫ്റ്റ ഹിഡ് എന്നിവ പൂർണ്ണതയോടെ കുട്ടികൾക്ക് ഒരുക്കാനായെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ഷീന വിജയൻ പറഞ്ഞു. As a part of a Children's Day, we had planned to conduct it on yesterday, but we were not able to do it. ഈ ഉച്ചയ്ക്ക് ശേഷം സമ്മറായി പോയോണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളത് നടത്തുന്നു. ആർട്സ് ഗാലറി ഉണ്ട്. കുട്ടികളെ സംഭാവനയാണ് ഇത് മുഴുവനും കുട്ടികൾ വരച്ചതും വേസ്റ്റ് പ്രോഡക്ട്സ് റിസോഴ്സ് ചെയ്തിട്ട് അവരുണ്ടാക്കിയ സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ കുട്ടികൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഇമാജിനേഷനും അവർ ക്രിയേറ്റിവിറ്റിയും വെച്ചിട്ട് അവർ ഉണ്ടാക്കിയതാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു റോബോട്ടിക് മൂവ്മെൻ്റ് ഉള്ള ഒരു വാനാണ്, വിച്ച് ദ ചൈൽഡ് ഈസ് മെയ്ഡ് ഇറ്റ് ഹിംസെൽഫ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾ പോയാൽ കുറേ വിൻഡ് മിൽസ്, പിന്നെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. പിന്നെ സെൻട്രൽ നമ്മൾ കാണുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റാണ് നമ്മളത്, വിച്ച് ഇസ് വിക്രം ലാൻഡ് റോവർ. ഇപ്പം നമ്മൾ ചന്ദ്രയാൻ കണ്ടില്ലേ, അതാണ്. അതിൻ്റെ അകത്ത് അവർ നിങ്ങൾ ഫുൾ കാണിക്കും എങ്ങനെയാണ് നമ്മൾ ഓർബിറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് പോകുന്നത്, അവിടെ ലാൻഡ് ചെയ്യുന്ന റോവർ ലാൻഡ് ചെയ്യുന്ന. ആ കുട്ടികളെ നന്നായി അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കിംഗ് കുട്ടികൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ ദിവസത്തെ അധ്വാനമാണ് അവർ ATL ലാബിൽ വെച്ചിരുന്നിട്ട് അവർ ചെയ്തതാണ്. പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ അവർ ഇലക്ട്രിക് വീൽ ചെയർ കാണും, കുട്ടികളുണ്ടാക്കിയ ഇലക്ട്രിക് വീൽ ചെയർ. പിന്നെ അവിടെ കുറേ ക്രിസ്റ്റൽസ് ഉണ്ട്, ഈ ബയോ ഡൈവേഴ്സിറ്റീൻ്റെ ക്രിസ്റ്റൽസ്, നല്ല ക്രിസ്റ്റൽസ് ആയിട്ട് കുട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെൻട്രലിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ പ്രൈമറി സ്കൂളിലെ 1 to 4th കുട്ടികളെ അവരുടെ കോൺട്രിബ്യൂഷനാണ്. അവിടെയെല്ലാം വലിയ ക്ലാസ്സിലെ കുട്ടികളും 8th 9th നന്നായിട്ട്. പിന്നെ നിങ്ങൾ അവിടെ എത്തിയാൽ ഈ ബ്ലൈൻഡ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഇതുണ്ട്, റോഡുണ്ട്, വിച്ച് ഇസ് കോൾഡ് സെൻസർ ആക്ടിവേറ്റഡ്. അതിന് പ്രൈസ് ഉണ്ട്. അതിൻ്റെ പേര് അവർ പറഞ്ഞത് കെയിൻ എന്നാണ്, സ്മാർട്ട് കെയിൻ. ഈ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾ അവിടെ എത്തിയാൽ അത് കാണും. ഇന്റർഗ്രേറ്റഡ് ഫാമിംഗ്, റോക്കി റോബർട്ട് എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. ഇവിടെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ റെയിൻ വാട്ടർ ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റും ഭാവിയിൽ ആവശ്യങ്ങൾക്ക്. പിന്നെ ഇവിടെ ഒരു റിവർ ഉണ്ട്, ഇങ്ങനെ റിവറിൽ നിന്ന് നല്ല വെള്ളം വരും. പിന്നെ ഇവിടെ ഒരു വിൻഡ് ഫാം ഉണ്ട്, ഇതൊരു നല്ല സോഴ്സാണ്. പിന്നെ ഇവിടെ സോളാർ പാനൽ, സോളാർ എനർജി അബ്സോർവ് ചെയ്യും. നല്ല ആനിമൽസ് എല്ലാം ജീവിക്കുന്നുണ്ട്. പ്ലാന്റ്സും ട്രീസ് എല്ലാം നല്ല ഇതാണ്.
പിന്നെ ഇലക്ട്രിക് കാറൊക്കെയാണ് ഇവിടെ. പിന്നെ ഈ സൈഡിലുള്ള എന്ത് വരുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാരുടെ പ്രവൃത്തി ഇതിന് ഹാംഫുൾ ആവുന്നതെന്നാണ്. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഈ ഫാക്ടറിയിൽ നിന്നുള്ള സ്മോക്ക് ഇവിടെ പൊല്യൂട്ട് ചെയ്യാണ്. പിന്നെ ഈ മറ്റേ ഈ ഫ്ലാറ്റിൽ നിന്നുള്ള വേസ്റ്റ് ഇവിടെ മറ്റേ ഇത് ഓണാക്കിയാൽ ഈ ബ്ലാക്ക് വാട്ടർ വരും. ആ വേസ്റ്റ് കാരണം പൊല്യൂട്ടഡ് ആവുന്നതുകൊണ്ടാണ് ബ്ലാക്ക് വാട്ടർ കൊടുത്തത്. പിന്നെ ഇവിടെ ആനിമൽസ് എല്ലാം ചത്തു പോകണം. പിന്നെ ട്രീസൊക്കെ പിന്നെ കരിഞ്ഞുപോയി, ഇത് ഗ്രാസൊക്കെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. എന്താ പറയുക, ഈ ഫാമിംഗ് എല്ലാം ഏകദേശം ബന്ധപ്പെടും. ഇപ്പോൾ ഇവിടെ ഒരു ഗോഡ് ഷെഡ് ഉണ്ട്, ഇതിൻ്റെ താഴെ ഒരു ഹെന്നിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വേസ്റ്റ് ഇവിടുത്തെ മറ്റേ അക്വാട്ടിക് പ്ലാന്റ്സിലെല്ലാം ഇത് വളരെ സഹായിക്കും. അപ്പോൾ ഇവിടുത്തെ മീനുകൾ അക്വാട്ടിക് പ്ലാന്റിനെ തിന്നും. അപ്പം ഈ അക്വാട്ടിക് മീൻസ് മീനുകളെ ഈ ഡക്ക് തിന്നും ഇതിൻ്റെ അകത്തെ. അപ്പം അത് ഏകദേശം റിലേറ്റഡ് ആയിട്ടില്ല അങ്ങനെ. പിന്നെ ഇവിടെ ഒരു കൗ ഷെഡ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കൗവിൻ്റെ വേസ്റ്റ് നമ്മൾ ഈ ഫീൽഡിൽ കൊണ്ടുപോയി അത് ഫെർട്ടിലൈസ് വളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ മറ്റേ നമ്മുടെ ഈ പാടത്തിലുള്ള ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൗവിന് ഭക്ഷണമായിട്ട് കൊടുക്കും. പിന്നെ ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഈ കൗവിൻ്റെ മറ്റേ മാനുവർ വേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ട് ഈ മറ്റേ ഫ്ലവേഴ്സിനും പ്ലാന്റ്സിനും അങ്ങനത്തെ ഒക്കെ നല്ല ഫെർട്ടിലൈസറായിട്ട് ഇത് ഉപയോഗിക്കും. അപ്പം നമുക്ക് നല്ല വെജിറ്റബിൾസും അങ്ങനത്തെ ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു 2 ബീ ഹൈബ് ഉണ്ട്. ഇപ്പം നമ്മളിത് റബ്ബർ പ്ലാന്റേഷനിലൊക്കെ വെക്കുവാണെങ്കിൽ ഈ ബ്രീസ് ഇപ്പോൾ ഇവിടെ ഈ ഫ്ലവറിൽ നിന്നുള്ള നെക്ടർ കുടിക്കും. അപ്പോൾ അത് പോളിനേഷൻ്റെ ഇത് വരും അങ്ങനെ. അന്ധതയെ തോൽപ്പിക്കാൻ ഉതകുന്ന ആന്റി സ്ലിപ്പ് അലാറം സ്മാർട്ട് കീനാണ് പ്രദർശനത്തിലെ വേറിട്ട കാഴ്ച. ഇതൊരു സ്മാർട്ട് കീനാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ഇത് ഓരോ ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യുമ്പം ഈ ബസർ വഴി ശബ്ദം പുറത്തോട്ടേക്ക് അടിക്കും. ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ ആണ് കാണിച്ചു തരാം. ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ ഇതായി സെൻസറിന് മുമ്പിൽ വരുമ്പം ഈ ബസർ അടിക്കാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഛായാചിത്രങ്ങളും പാഴ്വസ്തുക്കളും കൊണ്ടൊരുക്കിയ പ്രദർശനവും ചിത്രങ്ങളും ശാസ്ത്രമേളയെ മികവുറ്റതാക്കി. മാനേജർ റവറന്റ് ഫാദർ ജോയി കുട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. ലെക്ചറർ ഷീന വിജയൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി, കറസ്പോണ്ടന്റ് റവറന്റ് ഫാദർ ജോസഫ് എന്നിവരും മേളയിൽ പങ്കെടുത്തു. An eclipse is a shadow formed in space that makes the sun or moon invisible for some time. When the sun, moon and earth comes in a straight line, an eclipse occurs. Eclipses are of 2 kinds, solar eclipse and lunar eclipse. Solar eclipse. A solar eclipse occurs when the moon comes in between the sun and the earth. A lunar eclipse occurs when the earth comes in between the sun and the moon. A lunar eclipse occurs on a full moon night. It's okay. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കോൺഗ്രസിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് അനുമതി നിഷേധിച്ചത് CPIM ഇടപെടൽ മൂലമാണെന്ന ആരോപണവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത്. അനുമതി തന്നാലും ഇല്ലെങ്കിലും റാലി കോഴിക്കോട് കടപ്പുറത്ത് നടത്തും. ഒന്നുകിൽ റാലി നടക്കും, അല്ലെങ്കിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ യുദ്ധം നടക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ചോര കൊടുത്തും 23-ന് റാലി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നുകിൽ റാലി നടക്കും, അല്ലെങ്കിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ യുദ്ധം നടക്കും. ചോര കൊടുത്തും 23-ന് റാലി നടത്തുമെന്നും കെ സുധാകരൻ പറഞ്ഞു. നമുക്ക് ഏതാണ്ട് അനുവാദം തന്നതാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ. അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചതും നടത്തിയത്. പിന്നീട് ഇപ്പൊ പേപ്പർ കൊടുത്തപ്പോഴാണ് മുകളിൽ നിന്ന് ഇടപെട്ടാണ്, സംസ്ഥാന തലത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് അതിന് അനുമതി കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം തറപ്പിച്ചു പറയുന്നു, 23-ന് കോൺഗ്രസിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി അനുമതി തന്നാലും തന്നില്ലെങ്കിലും കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. ഒന്നുകിൽ കൺവെൻഷൻ നടക്കും, അല്ലെങ്കിൽ പോലീസും കോൺഗ്രസുമായുള്ള യുദ്ധം നടക്കും. ഞങ്ങൾ വിരട്ടി മാറ്റാനൊന്നും നോക്കണ്ട. കഴിഞ്ഞ ദിവസം വരെ അവിടെ നടന്ന കടപ്പുറത്ത് നമുക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിനുള്ള വിവേചനം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. ഇടതുപക്ഷ സർക്കാർ ഭയപ്പെടും. ഞങ്ങളെ പാലസ്തീൻ വിരുദ്ധരാണ് എന്ന് മുദ്രകുത്തി പ്രചരിപ്പിക്കുന്ന ഇടതുപക്ഷക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി അതൊരു വലിയ ചോദ്യം അവരുടെ മുമ്പിൽ ഉയർത്തുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഈ ശ്രമം പാഴ്വേലയാണ് എന്ന് ഈ കേരളം ഭരിക്കുന്ന സർക്കാരിനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നെഞ്ചു കൊടുത്തും ചോര കൊടുത്തും ഞങ്ങളെ ഐക്യദാർഢ്യ റാലി നടത്തി. അതിനൊരു സംശയവും വേണ്ട. അവിടെ ഐക്യദാർഢ്യ റാലി 13-ാം തീയതി കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ റാലി കോഴിക്കോട് നടക്കുന്നു എന്ന വിവരം 23-ന്
നടക്കുന്നു എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. CPM ഇടപെടൽ മൂലമാണ് റാലിക്ക് അനുമതി നിഷേധിച്ചതെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റിയാസിന്റെ പ്രതികരണം തരം താണതാണ്. ആദ്യം അനുമതി തന്നതാണ്. എന്തിനാണ് നവകേരള സദസ്സ് നടത്തുന്നത്? ഈ പരിപാടി മുടക്കാൻ ശ്രമിക്കുന്നവരാണ് ഉടക്കിന് വരുന്നത്. നാണവും മാനവുമില്ലാത്ത സർക്കാരാണിതെന്നും 23-ന് പന്തൽ കെട്ടി 25-ന് പരിപാടി നടത്തിക്കൂടെയെന്നും K. സുധാകരൻ ചോദിച്ചു. തരൂർ അടക്കം എല്ലാ നേതാക്കളെയും റാലിയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. തരൂരിന്റെ ലീഗ് റാലി പ്രസംഗത്തിലെ ഒറ്റവാക്കിൽ തൂങ്ങുന്നത് ബുദ്ധിശൂന്യതയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ചേലോറ നെഹ്റു പാർക്ക് ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ MLA അവഗണിച്ച കോർപ്പറേഷൻ നടപടി പ്രോട്ടോകോൾ ലംഘനമാണെന്നും പ്രതിഷേധാർഹമാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. 2012 ജൂൺ 11-ന് UDF ഭരിക്കുമ്പോൾ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ലംഘിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. 2012 ജൂൺ 11-ന് UDF ഭരിക്കുമ്പോൾ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികളുടെ ശിലാസ്ഥാപനം, ഉദ്ഘാടന ചടങ്ങുകളിൽ പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ ഉത്തരവിലെ 4ാമത്തെ വ്യവസ്ഥ പ്രകാരം സ്ഥലം MLA ആയിരിക്കണം ക്ഷണിക്കേണ്ടത്. ചേലോറ പാർക്ക് ഉദ്ഘാടന ചടങ്ങിൽ സ്ഥലം MLA അപമാനിക്കും വിധത്തിൽ കേവലം ഒരു അതിഥിയാക്കി നോട്ടീസിൽ പേര് വയ്ക്കുകയും മറ്റൊരു MLA ഉദ്ഘാടകനാക്കുകയുമാണ് ചെയ്തത്. ഉദ്ഘാടകന്റെയും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഫോട്ടോ ക്ഷണക്കത്തിൽ വെച്ചപ്പോൾ സ്ഥലം MLA പൂർണ്ണമായും തഴഞ്ഞു. ഇത്തരത്തിൽ ജനപ്രതിനിധിയെ അഭിമാനിക്കും വിധത്തിൽ നിരവധി ചടങ്ങുകൾ കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. UDFനെ പോലെ കോർപ്പറേഷൻ ഭരിക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുന്നവരല്ല. സമീപകാലത്ത് കോർപ്പറേഷൻ സംഘടിപ്പിച്ച ദസറ അടക്കമുള്ള പരിപാടികളിലെല്ലാം MLAയും LDFും സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. MLA അപമാനിക്കുന്നത് ജനങ്ങളെ അപമാനിക്കുന്നത് തുല്യമാണെന്നും MV ജയരാജൻ പറഞ്ഞു. ചേലോറ നെഹ്റു പാർക്ക് അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പാർക്കാണ്. അത് കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സ്ഥല MLA ആയിരിക്കണം ഉദ്ഘാടകൻ. എന്താ കോർപ്പറേഷൻ ചെയ്തത്? സ്ഥലം MLA പരിഹാസ്യ കഥാപാത്രത്തെ പോലെ ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റൊരു MLA കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയുമാണ് ചെയ്തത്. അതിന് വ്യവസ്ഥയില്ല. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത MLAയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പങ്കെടുത്ത് നടത്തിയാൽ എന്തായിരിക്കും UDF ചെയ്യുക? ഇങ്ങനെയും ആലോചിക്കണമല്ലോ. പ്രത്യേകിച്ച് എല്ലാം ബഹിഷ്കരിക്കുന്ന ഒരു കൂട്ടരാണ് UDF എന്നതുകൊണ്ട്. LDF അങ്ങനെ UDFനെ പോലെ ബഹിഷ്കരിക്കുന്നവരല്ല. LDF കണ്ണൂർ കോർപ്പറേഷൻ സമീപകാലത്ത് സംഘടിപ്പിച്ച ദസറി അടക്കമുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. MLAയും അത്തരത്തിൽ സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത MLAയെ അപമാനിക്കും വിധത്തിലാണ് പല നടപടികളും സ്വീകരിച്ചു വരുന്നത്. 2018 സെപ്റ്റംബറിൽ EP ലത മേയറായിരിക്കുമ്പോഴാണ് ചേലോറ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 1.40 കോടി രൂപയാണ് പാർക്കിന് വേണ്ടി അന്ന് അനുവദിച്ചത്. ചേലോറ പാർക്ക് ഉൾപ്പെടെ 7 പാർക്കുകൾക്ക് 4.6 കോടി രൂപയുടെ ഭരണാനുമതിയാണ് LDF ഭരണകാലത്ത് നൽകിയത്. ആ പദ്ധതികളെല്ലാം എട്ടുകാലി മമ്മൂഞ്ഞിയെ പോലെ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ക്ഷണക്കത്ത്. ക്ഷണക്കത്തിലെ വാചകം ഇപ്രകാരമാണ്: കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷം നഗരസഭാ സൗന്ദര്യവൽക്കരണത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി കോർപ്പറേഷന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി അറിയപ്പെടുന്ന ചേലോറയ്ക്ക് പുതിയ മുഖം നൽകുകയാണ് കോർപ്പറേഷൻ. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിന് സമീപം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടിയിലധികം രൂപ ചെലവഴിച്ച് മനോഹരമായ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. ഈ അവകാശവാദം ആരാന്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കലാണെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. ഇത്തരം വില കുറഞ്ഞ നീക്കങ്ങളെ ജനങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്നും MV പറഞ്ഞു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5595 രൂപ, പവന് 44,760 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്.
കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ 18-ന്. കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കലും ഹെൽത്ത് കാർഡ് വിതരണവും നവംബർ 18 രാവിലെ 10:30 കണ്ണൂർ താലൂക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും മുണ്ടേരി പഞ്ചായത്ത് പരിധിയിലുമുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ക്യാമ്പ്. വാതിൽപ്പടി മാലിന്യ ശേഖരണത്തിൽ 100% ലക്ഷ്യം കൈവരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. യുദ്ധത്തിലിരകളായ കുരുന്നുകളെ നെഞ്ചോട് ചേർത്ത് ശിശുദിനാഘോഷം. വിടരും മുമ്പേ പലസ്തീനിന്റെ മണ്ണിൽ കൊഴിഞ്ഞു വീണ കുരുന്നുകളെ ഓർത്തും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ശിശുദിനാഘോഷം. ജില്ലാ ശിശുക്ഷേമ സമിതി കണ്ണൂരിൽ സംഘടിപ്പിച്ച ശിശുദിന റാലിയും കുട്ടികളുടെ പൊതുസമ്മേളനവുമാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിനെതിരെ വിരൽ ചൂണ്ടിയത്. വനിതകൾക്ക് നീന്തൽ പരിശീലനം. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വനിതകൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് ഈ മേഖലയിൽ പ്രവർത്തിച്ച് പ്രാവീണ്യം തെളിയിച്ച പരിശീലകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നവംബർ 20-നകം കുടുംബശ്രീ ജില്ലാ മിഷൻ BSNL ഭവൻ 3-ാം നില സൗത്ത് കണ്ണൂർ 2 എന്ന വിലാസത്തിൽ ലഭിക്കണം. ഡോക്ടർ BR അംബേദ്കർ മാധ്യമ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച മികച്ച റിപ്പോർട്ടിനുള്ള BR അംബേദ്കർ മാധ്യമ അവാർഡിന് പട്ടികജാതി വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. അച്ചടി, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടുകൾക്കാണ് അവാർഡ്. 2002 ഓഗസ്റ്റ് 16 മുതൽ 2023 ഓഗസ്റ്റ് 15 വരെയാണ് പരിഗണിക്കുക. അപേക്ഷകരുടെ ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ സഹിതം നവംബർ 20-നകം ചീഫ് പബ്ലിസിറ്റി ഓഫീസർ പട്ടികജാതി വികസന വകുപ്പ് അയ്യങ്കാളി ഭവൻ, കനകനഗർ, വെളിയമ്പലം, കവടിയാർ PO തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം. ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുള്ള എൻട്രികൾ ന്യൂസ് സ്റ്റോറിയോ കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ള വാർത്താധിഷ്ഠിത പരിപാടിയോ ഡോക്യുമെന്ററിയോ ആയിരിക്കണം. റാങ്ക് പട്ടിക റദ്ദായി. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, സയൻസ്, മലയാളം മാധ്യമം തസ്തിക വഴി തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായി 2022 ജൂലൈ 6-ന് പ്രസിദ്ധീകരിച്ച SSV നമ്പർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നിയമന ശുപാർശ നൽകിയതിനാൽ റാങ്ക് പട്ടിക റദ്ദായതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. കേരള ചിക്കൻ ഫാം അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ നടപ്പാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള ചിക്കൻ ഫാം തുടങ്ങുന്നതിന് അർഹരായ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 1200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഫാം, അംഗീകൃത ലൈസൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവയുള്ള കുടുംബശ്രീ അംഗങ്ങൾ അതത് CDSൽ നവംബർ 20-ന് വൈകിട്ട് 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ലേലം. കണ്ണൂർ ഗവൺമെന്റ് ITI അധീനതയിലുള്ള ഉപയോഗശൂന്യമായ വിവിധ സാധന സാമഗ്രികൾ നവംബർ 24-ന് വൈകിട്ട് 3 മണിക്ക് ലേലം ചെയ്യും. ഈ ലേലം കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ MT സ്റ്റോറിൽ സൂക്ഷിച്ചിട്ടുള്ളതും 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള കാലയളവിലെ ഉപയോഗക്ഷമമില്ലാത്ത മോട്ടോർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ്, വേസ്റ്റ് ഓയിൽ, ടയറുകൾ തുടങ്ങിയവ MSTC ലിമിറ്റഡ് വഴി നവംബർ 28-ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ ലേലം ചെയ്യും. കാലാവസ്ഥ. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതും മഴയെ സ്വാധീനിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വ്യാഴാഴ്ചയോടെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് രാത്രി 11:30 വരെ 1 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സദസ്സിന് പണം നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് ശ്രീകണ്ഠാപുരം നഗരസഭ. തീരുമാനം ഉത്തരവ് വിവാദമായതിന് പിന്നാലെ ഇതിനെതിരെ DYFI നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മൻമേഘിന് സ്വീകരണമൊരുക്കി സ്കൂൾ മാനേജ്മെന്റും PTA-യും. മൻമേഘിനെ പൊന്നാടയണിയിച്ച് ആദരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുന്നു. 12 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. ഇന്ന് നൃത്തവും ആംഗ്യപ്പാട്ടും നടന്നത് നിറഞ്ഞ സദസ്സിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.